നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. പെരിഞ്ഞനത്ത് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കാപ്പ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഉൾപ്പെടെ 2 പേർ വധശ്രമ കേസിൽ പിടിയിൽ. നാട്ടിക 9-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക്. പ്രതീക്ഷയിൽ 3 മുന്നണികൾ. വാർത്തകളിലേക്ക് വിശദമായി. പെരിഞ്ഞനത്ത് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം പുല്ലാനി ക്ഷേത്രത്തിനടുത്ത് മണപ്പാട്ട് ചന്ദ്രന്റെ ഭാര്യ 47 വയസ്സുള്ള സുധയാണ് മരിച്ചത്. ഡിസംബർ 2-ന് വൈകിട്ടാണ് ഇവർക്ക് വീടിനടുത്ത പറമ്പിൽ വെച്ച് അണലിയുടെ കടിയേറ്റത്. ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ ജൂബിലി ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. കാപ്പ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഉൾപ്പെടെ 2 പേർ വധശ്രമ കേസിൽ പിടിയിലായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളും മതിലകം സ്റ്റേഷൻ റൌഡികളുമായ കൂളിമുട്ടം ഭജനമഠം സ്വദേശികളായ ഇളയരാംപുരയ്ക്കൽ രാഹുൽ രാജ്, കൂരാമ്പുറത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ നവംബർ 7-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. രാഹുൽ രാജിന്റെ ബന്ധുവും അയൽവാസിയുമായ ഇളയരാംപുരയ്ക്കൽ പ്രശോഭിനെയാണ് ഇവർ സംഘം ചേർന്ന് ആക്രമിച്ചത്. നേരത്തെയും പ്രശോഭിയുടെ കുടുംബത്തിന് നേരെ ഇവർ ആക്രമണം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് രാഹുൽ രാജിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് പ്രശോഭിയെ ആക്രമിക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കൊല്ലം കരുനാഗപ്പള്ളി അഴീക്കലിൽ നിന്നാണ് പിടികൂടിയത്. ഇവിടെ കടലിൽ മത്സ്യത്തൊഴിലാളിയായി കഴിഞ്ഞുവരികയായിരുന്നു. 20ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രാഹുൽ രാജ്. ഇയാളെ 2 തവണ മതിലകം പോലീസ് കാപ്പ ചുമത്തി ജയിലിലടച്ചിരുന്നു. അഖിൽ 10ഓളം കേസുകളിലും പ്രതിയാണ്. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SI-മാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ജിംബിൾ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് റാഫി, CPI-മാരായ ആന്റണി, വിപിൻ ദാസ്, സബീഷ്, ഷിഹാബ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പെരിഞ്ഞനത്ത് കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പാചകക്കാരനെ അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിലെ കുഴിമന്തി പാചകം ചെയ്ത വെസ്റ്റ് ബംഗാൾ സ്വദേശി മജിഹാർ ആലമിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ എണ്ണം 3 ആയി. ഹോട്ടൽ നടത്തിപ്പുകാരായ റഫീഖ്, അസ്ഫീർ എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 23-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പെരിഞ്ഞനം കുറ്റിലക്കടവ് രായം മരക്കാർ വീട്ടിൽ ഉസൈബയാണ് വിഷബാധയേറ്റ് മരിച്ചത്. 250ഓളം പേർക്കാണ് അന്ന് ഭക്ഷ്യവിഷബാധയേറ്റത്. സംഭവത്തിന് ശേഷം പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI-മാരായ സൂരജ്, ജെയ്സൺ, ബിജു, ജ്യോതിഷ് എന്നിവർ ചേർന്നാണ് മജിഹർ ആലത്തെ എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും വലപ്പാട് ചന്തപ്പടിയിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രില്ല സുധി, ജ്യോതി രവീന്ദ്രൻ, KA വിജയൻ, EP അജയ് ഘോഷ്, BK മണിലാൽ, അജ്മൽ ഷരീഫ്, KK പ്രഹർഷൻ, സിജി സുരേഷ്, രശ്മി ഷിജോ, അനിത കാർത്തികേയൻ, ഷൈൻ നെടിയിരിപ്പിൽ, വൈശാഖ് വേണുഗോപാൽ, കോർഡിനേറ്റർ രാഹുൽ, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ, പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ അമൽ T പ്രേമൻ എന്നിവർ സംസാരിച്ചു. 375 പോയിന്റ് നേടി ന്യൂ സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പാലപ്പെട്ടി ഓവറോൾ കിരീടം സ്വന്തമാക്കി. 237 പോയിന്റോടെ നക്ഷത്ര ക്ലബ്ബ് വലപ്പാട് റണ്ണേഴ്സ് കപ്പ് നേടി. വുഡ്സ് 11 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കഴിമ്പ്രം 3-ാം സ്ഥാനവും സ്വന്തമാക്കി. മത്സരിച്ച് വിജയം കൈവരിച്ചവർ ബ്ലോക്കിലേക്കും ബ്ലോക്കിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലെ കേരളോത്സവത്തിലും ചെല്ലുന്നു. അത് കുന്നംകുളത്ത് വെച്ചാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 26, 27, 28 തീയതികളിലായിട്ടാണ്. ആർട്സ്, മറ്റ് സാഹിത്യം, ആർട്സൊക്കെ ടൗണിലും കായികം കുന്നംകുളത്തും വെച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ, സ്റ്റേജും ഡെക്കറേഷനും ആ കാര്യങ്ങളൊക്കെ ഇന്ന് തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പോകുന്നത് തന്നെ. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളുടെ പ്രകടനം വളരെ ഭംഗിയായി തന്നെ നിങ്ങൾ
സംസ്ഥാന തലത്തിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാനല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത്, പകരക്കാരിയായി വന്നുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാട്ടിക 9-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ നന്മയ്ക്കായി വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. 5 വർഷം നാട്ടികയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സൽപ്പേര് സമ്പാദിച്ച ബിനുവാണ് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത്. ബിനുവിന്റെ വിജയം ഇപ്പോഴത്തെ നാട്ടിക ഗ്രാമപഞ്ചായത്തിനെതിരെയുള്ള ജനവികാരത്തിന് പരിഹാരമാകുമെന്നും ഭരണമാറ്റത്തിന് ആക്കം കൂട്ടുമെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പ്രിയ സഹോദരി ബിനുവാണ്. ഈ നാട്ടുകാർക്കെന്ന പോലെ ബിനുവിനെ കുറിച്ച് അങ്ങേയറ്റത്തെ മതിപ്പാണ് ഇരിക്കുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അത് ബിനു പഞ്ചായത്ത് പ്രസിഡന്റായതുപോലെ പ്രവർത്തിക്കണമെന്ന്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അടുത്ത കാലത്ത് ഏറെ പഞ്ചായത്ത് മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നിട്ടുണ്ട്, പലയിടത്തും വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നേ ദിവസം ശ്രീ അനിൽ പുളിക്കൻ ഇവിടെ ഇങ്ങനെ ഒരു യോഗം നടക്കുന്നുണ്ട്, ബിനുവാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചേരുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു മറുവാക്ക് പറയാതെ കയ്യോടെ സ്വീകരിക്കുകയായിരുന്നു. യോഗത്തിൽ UDF നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ PM സിദ്ദീഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, VR വിജയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, ശിവൻ കണ്ണോളി, KA കബീർ, P വിനു, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CS മണികണ്ഠൻ, ബിന്ദു പ്രദീപ്, റസീന ഖാലിദ്, KR ദാസൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ VD സന്ദീപ്, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, ജീജ ശിവൻ, സന്ധ്യ ഷാജി, KV സുകുമാരൻ, അംബിക രാമചന്ദ്രൻ, വസന്തൻ കുണ്ടായിൽ എന്നിവർ പങ്കെടുത്തു. നാട്ടിക പഞ്ചായത്ത് 9-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ യുവജന നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിന് ശേഷം നടന്ന പൊതുയോഗം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. AIYF നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി ജിഹാസ് അധ്യക്ഷനായി. DYFI നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. CPM നാട്ടിക ലോക്കൽ സെക്രട്ടറി KB ഹംസ, സ്ഥാനാർത്ഥി V ശ്രീകുമാർ, DYFI നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് TG നിഖിൽ, ബ്ലോക്ക് ട്രഷറർ അരുൺ ശിവജി, ജിജേജ് പുളിക്കൻ, MB ഉണ്ണിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ മണ്ഡലപൂജ മഹോത്സവം ഡിസംബർ 15 മുതൽ ഡിസംബർ 26 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 15 രാവിലെ 6 മണി മുതൽ ഹനുമാൻ സ്വാമിക്ക് ലക്ഷഹോമം, ഡിസംബർ 24 വൈകിട്ട് 4 ഗ്രാമപ്രദക്ഷിണം, 25 രാവിലെ സുബ്രഹ്മണ്യ പൂജ, രാത്രി നാഗയക്ഷിക്ക് രൂപക്കളം, 26 രാവിലെ ഹനുമാൻ സ്വാമിക്ക് ലക്ഷാർച്ചന, തുടർന്ന് ഹനുമാൻ സ്വാമിയുടെ രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് സമൂഹാർച്ചന, രാത്രി ബ്രഹ്മകലശാഭിഷേകം, രൂപക്കളത്തിൽ നൃത്തത്തോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമാവുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഠാധിപതി അനന്തു സുരേഷ്, സെക്രട്ടറി ബിപിൻ സാഗർ ഉഴുവൻപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി ഭഗീഷ് പൂരാടൻ, പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, എക്സിക്യൂട്ടീവ് അംഗം അതുൽ സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ഡലപൂജാമഹോത്സവത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഉണ്ടായിരിക്കുകയാണ്. നാട്ടികയിൽ തന്നെ കേരളത്തിൽ തന്നെ അതിപുരാതനമായ ഹനുമാൻ ക്ഷേത്രങ്ങളൊന്നാണ് നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം. ഭക്തി ചൈതന്യം കൊണ്ടും അതുപോലെ തന്നെ ശക്തിയിലും വളരെ മുന്നിട്ട് നിൽക്കുന്ന
ശ്രീ ഹനുമാൻ സ്വാമിയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹമുള്ള ക്ഷേത്രമാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രം. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന ബൈത്തു റഹ്മുകൾക്ക് മതവും രാഷ്ട്രീയവുമല്ല അർഹതയാണ് മാനദണ്ഡമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗ് അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി മുറ്റിച്ചൂരിൽ സുബൈദയ്ക്ക് നിർമ്മിച്ചു നൽകിയ ബൈത്തു റഹ്മയുടെ താക്കോൽ നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പേരിൽ ഒരു വീട് നിർമ്മിക്കാൻ കമ്മിറ്റി മുതിരുമ്പോൾ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനുള്ള എല്ലാ സഹായങ്ങളും നൽകി അഭ്യകാംക്ഷികൾ നൽകുന്ന സ്നേഹവും കരുതലും, അതാണ് ഈ വീടിൻ്റെ വിജയത്തിൻ്റെ ഒക്കെ രഹസ്യമെന്ന് നമുക്കറിയാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി അതിൻ്റേതായ ഗൗരവത്തിൽ കൃത്യനിർവഹണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ബഹുമാനപ്പെട്ട സി റഷീദ് സാഹിബ്, മൗലവി റഷീദ് സാഹിബൊക്കെ ഇന്ന് വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുക എന്നത് പോലും നമ്മുടെ രാഷ്ട്രീയമാണ് എന്ന് പഠിപ്പിച്ചു തന്ന നമ്മുടെ പൂർവികര്. മുസ്ലിം ലീഗ് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ ഹാജി എടയാടി ചടങ്ങിൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. KA ഹാറൂൺ റഷീദ്, AM സനൌഫൽ, CK അഷ്റഫ് അലി, ഹമീദ് വടകര, ഇക്ബാൽ മുറ്റിച്ചൂർ, KS റിസ്വാൻ, മഹല്ല സെക്രട്ടറി ഈസ ഹാജി, AA മുനീർ, ഷാഫി സൈദലവി, കബീർ പുളിന്തറപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കുറുമ്പിലാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇഞ്ചമുടി കുറുമ്പിലാവ് ദേശവിളക്ക് മഹോത്സവം ശനിയാഴ്ച നടക്കുന്നതിന്റെ മുന്നോടിയായി 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾക്ക് തുടക്കമായി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി ഉദ്ഘാടനം ചെയ്തു. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഭഗവൽ സിംഗ് അധ്യക്ഷനായി. ക്ഷേത്രസമിതി സെക്രട്ടറി ശലജ മുകുന്ദൻ, സാവിത്രി വ്യാസകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KT ചന്ദ്രൻ, സെക്രട്ടറി അനീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, നാടൻപാട്ട് എന്നിവയുണ്ടായി. കാര്യാലയത്തിൽ വാഴും കാര്യാലയ ഗണപതി കേരം ഞാനൂട ചീടാം ബുദ്ധി സ്മരി സിദ്ധി ദായക ദേവാ നിന്നെ സാഷ്ടാംഗം വണങ്ങുന്നു നിൻ പാദയുഗ്മങ്ങ നന്ദിനി പശുവായിത്തീരുന്നു നിന്റെ പുല്ലാങ്കുഴ പാട്ടിൽ പ്രപഞ്ചം. നന്ദിനി പശുവായിത്തീരുന്നു ആകിടു ചുരത്തു ചിന്താ നമാമി തം വിനായകം. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് തളിക്കുളം, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ സിംഗിൾ, ഡബിൾ ആൻഡ് സ്യൂട്ട് റൂംസ്. വിവാഹം, ജന്മദിനം തുടങ്ങി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആധുനിക ശബ്ദ വെളിച്ച സംവിധാനത്തോടു കൂടിയുള്ള മനോഹരമായ ഓഡിറ്റോറിയം 9ാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലിന്റെയും കിഴക്ക് കനോലി കനാലിന്റെയും ഇടയിലായി പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആഘോഷവേളകൾ മനോഹരമാക്കാം. മിനി കോൺഫറൻസ് ഹാൾ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് തളിക്കുളം.
അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്ക്. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചുകൂടായിരുന്നോ? അതിനല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടില മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊനാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തി തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തിട്ട് ഉണ്ടാക്കാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വാർത്തകൾ തുടരുന്നു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷിക ദിനാചരണം ചെമ്മപ്പള്ളി പഴയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷനായി. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡ്രോ തൊറയൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് കളിമംഗലത്ത്, നിസാർ കുമ്പംകണ്ടത്ത്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, സന്തോഷ് നെല്ലിപ്പറമ്പിൽ, രേണുക റിജു എന്നിവർ സംസാരിച്ചു. അടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളോടോ അല്ലെങ്കിൽ അവരായിട്ടുള്ള സമീപനത്തിലോ തൊട്ടുകൂടാനോ അല്ലെങ്കിൽ അവരായിട്ട് സംസാരിക്കാനോ അവർ കുടിച്ച പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ പറ്റാത്തൊരു കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചാക്ക് ഒരു മൂലയ്ക്കിട്ട് അതിലിരുന്ന് പഠനം നടത്തി ബിരുദാനന്തര ബിരുദം നേടി ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായി മാറിയ BR അംബേദ്കർ ദളിത് സമൂഹത്തിൻ്റെ ഏത് കാലഘട്ടത്തിലെയും അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ മൂലമന്ത്രാർച്ചന നടത്തി. ക്ഷേത്രം മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാരമുക്ക് ദേശവിളക്കിന്റെ നോട്ടീസ് പ്രകാശനം ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് ക്ഷേത്ര സംരക്ഷണ സമിതി രക്ഷാധികാരി PV ഹരിദാസന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ, പ്രദീപ് വിശ്വനാഥൻ, ചന്ദ്രൻ, അജിത ശ്രീനിവാസൻ, സുഷമ സുനിൽ, യൂത്ത് വിംഗ് പ്രതിനിധികളായ അതുൽ കൃഷ്ണ, അഭിനവ്, അശ്മിത് കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡിസംബർ 21-ാം തീയതി കലവറ നടക്കലോട് കൂടിയിട്ടാണ് ഇത് ആരംഭം കുറിക്കുന്നത്. നമ്മുടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പഴയാകുമ്പ് കൃഷ്ണ നമ്പൂതിരി രാവിലെ 7 മണിക്ക് അത് ഭദ്രദീപം കൊളുത്തി ആരംഭം കുറിക്കും. അതിനുശേഷം 26-ാം തീയതി രാവിലെ മുതൽ വിവിധങ്ങളായ ക്ഷേത്ര ചടങ്ങുകളോടുകൂടി അമ്പലം പണി രാവിലെ നമ്മുടെ ക്ഷേത്രം മേൽശാന്തി
ബിനു വാസുദേവൻ നമ്പൂരിയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടു കൂടിയിട്ടാണ് ആദ്യം നമ്മൾ പ്രാരംഭം കുറിക്കുന്നത്. പൈനൂർ ആമലത്തുകുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ദേശവിളക്കിന്റെ പ്രഥമ വിഭവ സമർപ്പണം കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി നിർവഹിച്ചു. ദേശവിളക്കിന്റെ ഭാഗമായി നടത്തുന്ന അന്നദാനത്തിനുള്ള പാചകത്തിന് ക്ഷേത്രം മേൽശാന്തി മഴവഞ്ചേരി വാസുദേവൻ നമ്പൂതിരി അടുപ്പിലേക്ക് അഗ്നി പടർന്ന് തുടക്കം കുറിച്ചു. ഭാരവാഹികളായ എ സതീഷ് ചന്ദ്രൻ, സി ശിവരാമകൃഷ്ണൻ, വിജയകുമാർ, സന്തോഷ് NR, ഘോഷി PA, ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത് എന്ന മുദ്രാവാക്യവുമായി NREG വർക്കേഴ്സ് യൂണിയൻ മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. MV ഷാജി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം BN സുർജിത്ത്, ജനാർദ്ദനൻ മണ്ണുമൽ, VV പ്രഭാത്, KV ഡേവിസ്, PK അരവിന്ദൻ, ബിന്ദു സതീഷ് എന്നിവർ സംസാരിച്ചു. CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഡിസംബർ 5 മുതൽ 8 വരെ അവനിശ്ശേരിയിൽ നടക്കുന്ന ഏരിയ സമ്മേളന നഗരിയിൽ ഉയർത്തുന്നതിനുള്ള കൊടിമര ജാഥ CPM ജില്ലാ സെക്രട്ടറി PR വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനിയും CPM മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന K ഈശന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ജാഥ ക്യാപ്റ്റൻ KS മോഹൻദാസ്, മാനേജർ സിബിൻ C ബാബു എന്നിവർ കൊടിമരം ഏറ്റുവാങ്ങി. CP ജോസ്, TV മദനമോഹനൻ, MB മുകേഷ് എന്നിവർ സംസാരിച്ചു. 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെ കൊടിമര ജാഥ അവനിശ്ശേരിയിൽ സമാപിച്ചു. കയ്പമംഗലം ജാമിയ ബുസ്താൻ ക്യാമ്പസിലെ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ജാമിയ ബുസ്താനുൽ ഉലൂമിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായാണ് മീഡിയ സ്റ്റുഡിയോ ആരംഭിച്ചത്. ക്യാമ്പസിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ പ്രീ KG മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികളുടെ വിവിധ പ്രവർത്തനങ്ങൾ ലോകോത്തരമാക്കുകയും മധ്യകേരളത്തിലെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയായി മാറിയ ക്യാമ്പസിലെ PG റിസർച്ച് വിങ്ങിന്റെ ഗവേഷണങ്ങൾ ഉൾപ്പെടെ വിവിധ സംരംഭങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും പൊതുസമൂഹത്തിന് ശരിയായ അറിവ് പകർന്നു നൽകാൻ ജാമിയ ബുസ്താൻ പുതിയ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജാമിയ ബുസ്താൻ സെക്രട്ടറി PK മുഹമ്മദ് മീഡിയ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ജാമിയ ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി അധ്യക്ഷനായി. ഇസായിൽ ബുസ്താനി, ക്യാമ്പസ് ട്രഷറർ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മീഡിയ സെന്റർ ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിലേക്ക് എവിടെ ഇരുന്നാലും, ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്നാലും വിശുദ്ധ ദീനിൻ്റെ സുന്ദരമായ സന്ദേശങ്ങളെ അടിസ്ഥാനപരമായി പ്രമാണബദ്ധമായി എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മഹാസംരംഭമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഡിസംബറിൽ ഈ സമ്മേളനം ബുസ്താനുലൂമിൻ്റെ ഉന്നതമായ അതിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന മഹത്തായ ബുസ്താനുലൂം കോൺഫറൻസിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ബുസ്താനുലൂം ഗ്ലോബൽ യൂണിവേഴ്സിറ്റി അതിൻ്റെ മെയിൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു മീഡിയ സെൻ്ററാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എടമുട്ടം SNS വിദ്യാമന്ദിർ സ്കൂളിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഫൈസൽ മാഗ്നറ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രസീത അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സമാജം എഡ്യൂക്കേഷൻ കമ്മിറ്റി ചെയർമാൻ EV സുമോദ്, സമാജം എക്സിക്യൂട്ടീവ് മെമ്പർ ബാബു പുല്ലാട്ട്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ രാധിക മണി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ ആർജിച്ച ശാസ്ത്ര ഗവേഷണ പരീക്ഷണങ്ങളുടെ വേദിയായി നെക്സോറ ശാസ്ത്രമേള മാറി. ശാസ്ത്ര പ്രദർശനങ്ങൾക്ക് ശേഷം സമ്മാനദാനവും നടന്നു. ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈൽഡ് നെല്ലിയാമതി എന്നുള്ള ചാനലിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്ററിയിലാണ്. കൂടാതെ പറമ്പിക്കുള്ള ടൈഗർ റിസർവിന് വേണ്ടിയിട്ട് തേനെടുക്കുന്ന ആദിവാസികൾ തേനെടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററി കൂടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. കാട് നമ്മളെപ്പോഴും വന്യജീവി ഫോട്ടോഗ്രാഫിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ കാടിനെ അറിയണം. നമ്മൾ അവരുടെ സ്പേസിലേക്കാണ് കയറി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ മാന്യതകളൊക്കെ പാലിക്കണം. നിങ്ങളെപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ട്രിപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇതുവരെ പോയിട്ടില്ല? പോയിട്ടുണ്ടോ? പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഉണ്ടാവാറില്ലേ? അല്ല, അഡ്വഞ്ചറസായിട്ട് അല്ലെങ്കിൽ വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാവുന്നതാണ്. കൂടുതൽ കുട്ടികൾ പ്രകൃതിയായിട്ട് അടുത്ത് അറിഞ്ഞു വളരുമ്പോഴാണ് കൂടുതൽ നമുക്ക് പ്രകൃതിയെ പറ്റിയിട്ടുള്ള സംരക്ഷിക്കുന്ന അവബോധം ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ യാത്രകളൊക്കെ സംഘടിപ്പിക്കണം. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിന്റെ 7ാം ദിവസം രാഗധ്വനി തിരുവമ്പാടി സംഗീതജ്ഞന്മാർ പാടിയ അഷ്ടപദിയിൽ ആരംഭിച്ചു. കോഴിക്കോട് KP ഇന്ദുലേഖ, തീർത്ഥ ജയൻ, വിജി അരവിന്ദ്, വിജയ ഹണികുമാർ എന്നിവരുടെ കർണാടക സംഗീത കച്ചേരിയും ആസ്വാദികരമായി. വയലിനിൽ കലാമണ്ഡലം ശ്രീരാജും മൃദംഗത്തിൽ കോട്ടയം മനോജ് കുമാറും ഗഞ്ചിറയിൽ ഇരിഞ്ഞാലക്കുട മുരളീധരനും പക്കം വായിച്ചു. തുടർന്ന് ഏങ്ങണ്ടിയൂർ ദശപുഷ്പത്തിന്റെ തിരുവാതിരക്കളി അരങ്ങേറി. ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തി കേരള നടന ഗ്രാമത്തിലെ അംബിക മോഹനും ശബന ശ്രീദേവിയും 17ഓളം കലാകാരികളും ചേർന്ന് കേരള നടന ശൈലിയിൽ സംഗീത നൃത്തശില്പം അവതരിപ്പിച്ചു. തുടർന്ന് ഗുരുവായൂർ ജ്യോതിദാസും സംഘവും അവതരിപ്പിച്ച ജയദേവ പഞ്ചരത്ന അഷ്ടപതിയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ പെരിങ്ങോട് അഞ്ജലി സുനീഷ്, ചെന്നൈ നമ്രത കാശിനാഥ് എന്നിവരുടെ സംഗീത സദസ്സും ഉണ്ടായിരിക്കും. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സ്കൂൾ 47ാം വാർഷിക ദിനം ആഘോഷിച്ചു. ചാലക്കുടി ക്രസന്റ് സ്കൂൾ പ്രിൻസിപ്പാളും തൃശൂർ സെൻട്രൽ സഹോദയ പ്രസിഡന്റുമായ ജോർജ് കോലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. SNE&C ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, ട്രസ്റ്റ് ഭാരവാഹികളായ MS പ്രദീപ്, TS വിജയരാഘവൻ, PT സുരേഷ് കുമാർ, രാജ്കുമാർ കരുവത്തിൽ, TK രാജീവൻ, അഡ്മിനിസ്ട്രേറ്റർ PV സുധീപ് കുമാർ, വിവിധ സെക്ഷൻ HMമാരായ NK സുലജ, സന്ധ്യ പ്രചോദ്, LP മിനി, ലെനിയ എന്നിവർ സംസാരിച്ചു. പഠന കലാകായിക മത്സരങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടമാണ് സ്കൂൾ ഈ വർഷം കരസ്ഥമാക്കിയത്. തൃശൂർ സെൻട്രൽ സഹോദയയിൽ 1ാം സ്ഥാനം നേടിയ SN വിദ്യാഭവൻ സ്റ്റേറ്റ് കലോത്സവത്തിലും ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. വോളിബോൾ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, കബഡി, ത്രോബോൾ, കരാട്ടെ, ബാഡ്മിന്റൺ, നീന്തൽ തുടങ്ങിയ മത്സരങ്ങളിൽ നേട്ടം കൊയ്ത സ്കൂൾ വോളിബോൾ ഗേൾസ് ടീം കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ചടങ്ങിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ശക്തിയും. This is called Adriana 2024. You might know, ലോകത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വേൾഡ് റാങ്കിംഗ് എടുത്താൽ
നമ്പർ 1-ൽ നിൽക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്കറിയാമോ? ഉണ്ണികൃഷ്ണൻ സാറിന് അറിയുമായിരിക്കും. സാർ പലതവണ പോയിട്ടുള്ളതാണ് US-ൽ. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയാണ്. 1636 ജോൺ ഹാർവേഡ് എന്ന് പറയുന്ന ദ ഫസ്റ്റ് ബെനഫാക്ടറിന്റെ പേരിലാണ് ഈ ഹാർവേഡ് യൂണിവേഴ്സിറ്റി അറിയുന്നത്. കറിയാമുട്ടം UP സ്കൂൾ സ്ഥാപക മാനേജർ TB നാരായണൻ മാസ്റ്ററുടെ 27ാം ചരമദിനം സ്കൂളിൽ ആചരിച്ചു. പുഷ്പാർച്ചന, അനുസ്മരണ യോഗം എന്നിവയുമുണ്ടായിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B. അർജിത്ത് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക M. സിന്ധു, സ്കൂൾ രക്ഷാധികാരി ശശി തയ്യിൽ, കറിയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, സ്കൂൾ മാനേജർ ദിലീഷ് തയ്യിൽ, MR സുധർമ്മൻ, ഉദയകുമാർ, PM സുരേഷ് ബാബു, MB സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളുടെ നിറഞ്ഞ സാന്നിധ്യവും അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും മാനേജ്മെൻറ്റും കൂടി ഇത്തരത്തിൽ സ്കൂളിൻ്റെ കാരൻ മാസ്റ്ററുടെ 27ാം ചരമവാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ ഈ വരുന്ന അടുത്ത ദിനങ്ങളിൽ തന്നെ സ്കൂളിൻ്റെ 100ാം വാർഷിക ദിനവും നമ്മൾ ആഘോഷിക്കുകയാണ്. ഇത്തരത്തിൽ സ്കൂളിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ സ്കൂളിനെ പ്രഥമ മാനേജർ എന്ന നിലയ്ക്ക് ഒരു അടിത്തറ നൽകി 100 വർഷം തികഞ്ഞ ഒരു സംതൃപ്തിയിൽ സ്കൂളിനെ എത്തിച്ചുകൊണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിറഞ്ഞ സാന്നിധ്യം വിദ്യാർത്ഥികളുടെ. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനത്ത് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കാപ്പ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഉൾപ്പെടെ 2 പേർ വധശ്രമ കേസിൽ പിടിയിൽ. നാട്ടിക 9ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക്. പ്രതീക്ഷയിൽ 3 മുന്നണികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.